വിശുവായിലെ ഇത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. ഏകാന്തത അനുഭവിച്ച, ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു വ്യക്തി തനിക്ക് നഷ്ടമായ എല്ലാ ധൈര്യവും വീണ്ടെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിൽ നിന്നും സൗഖ്യം ഏറ്റുവാങ്ങുന്ന ഒരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈ ദിവസങ്ങളിലെല്ലാം മലയിലെ പ്രസംഗത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു എന്ന്. പ്രിയമുള്ളവരെ, മലയിലെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി അനേകർ യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ഇതാ ഈ നിമിഷം ആ വചനം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. സ്വാഭാവികമായും മലയിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ശ്രവിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ കുഷ്ഠരോഗി കടന്നു വരുന്നുണ്ടെങ്കിൽ അവന് അത്രമാത്രം യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുക. അവനറിയാമായിരുന്നു തനിക്ക് ഈ ഒരു കുഷ്ഠരോഗമുണ്ട്, ഇത് സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് യേശു മാത്രമാണ്. എന്നാൽ അതേസമയം അവനുണ്ടായിരുന്ന ഒരു സംശയം, എനിക്ക് ഈ പ്രശ്നമുണ്ടെന്ന് അറിയാം, എനിക്ക് സുഖപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ സുഖപ്പെടുത്തുവാൻ കർത്താവിന് ആഗ്രഹമുണ്ടോ, കർത്താവിന് ആ ഒരു മനസ്സുണ്ടോ എന്ന ഒരു സംശയം തീർച്ചയായും ആ വ്യക്തിയിലുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് അത് യേശു മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ധൈര്യത്തോടെയാണ് ആ വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. അന്നത്തെ സാഹചര്യത്തിൽ കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരുവാനുള്ള അനുവാദമില്ല. എപ്പോഴും ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരവസ്ഥ. അവൻ തൊടുന്നതും അവനെ തൊടുന്നവരുമെല്ലാം അശുദ്ധരായി മാറുന്ന ഒരു വ്യവസ്ഥയിൽ നിന്നും വളരെ ധൈര്യപൂർവം യേശുവിനെ സമീപിക്കണമെങ്കിൽ ആ ഒരു വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഒറ്റപ്പെടലും ഏകാന്തതയും എത്ര വലിയ ഒന്നാണ്. കാരണം നമുക്കെല്ലാവരും തന്നെ കൊറോണ ബാധിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു. കൊറോണ കാലത്ത് 14 ദിവസം ഒരു മുറിയിൽ അടച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നമ്മൾ കഴിക്കുന്ന പാത്രം പോലും മറ്റുള്ളവർ എടുക്കുമ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് അതിൽ സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രം എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഹോട്ടലുകളിൽ പോയാൽ പോലും നമുക്ക് യൂസ് ആൻഡ് ത്രോ പ്ലേറ്റ്സും കപ്പും മാത്രമാണ് ലഭിച്ചിരുന്നത്. അത്രമാത്രം ശ്രദ്ധയോടെ കൂടെ കൈകാര്യം ചെയ്ത ഒന്നായിരുന്നു കൊറോണ. അതുപോലെ തന്നെയുള്ള ഒരവസ്ഥയിലൂടെയാണ് കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തി കടന്നുപോയിരുന്നത്. ഒരിക്കലും സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ യാതൊരു തരത്തിലുള്ള അനുവാദവും അവർക്കുണ്ടായിരുന്നില്ല. അവർ വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ അശുദ്ധനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് മറ്റുള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, അവരിൽ നിന്നും അകന്നു പോവുക, അവർ വരുന്ന സമീപത്ത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കർത്താവിനെ സമീപിച്ച് കൊണ്ട് ചോദിക്കുന്നത്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ വ്യക്തി കടന്നു പോയിട്ടുള്ള മാനസിക വ്യത എത്ര വലുതായിരിക്കും. ഒത്തിരിയേറെ വേദനയിലൂടെയായിരിക്കാം ആ വ്യക്തി കടന്നു പോയിട്ടുള്ളത്. കാരണം സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലാം മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും ഇതാ യേശുവിൻ്റെ അടുക്കൽ അവനിൽ മാത്രമാണ് രക്ഷയുള്ളത് എന്ന തിരിച്ചറിവിൽ അവൻ ആ ഒരു ബോധ്യത്തോടെ കർത്താവിനെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് മറുപടി ആയിരിക്കും കർത്താവ് തരുന്നത് എന്ന ഒരു സംശയം തീർച്ചയായും ആ വ്യക്തിയിലുണ്ട്. അവൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുന്ന ഒരവസ്ഥ അവന് സംജാതമാകും. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ധൈര്യപൂർവ്വം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവന് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു, എന്നെ അവൻ ഉപേക്ഷിക്കില്ല. അവിടെയുള്ള ആ സമൂഹം മുഴുവൻ ഒരുപക്ഷെ എന്നെ ആട്ടി ഓടിച്ചേക്കാം, എനിക്കെതിരെ കല്ലുകൾ എടുത്തേക്കാം, പക്ഷേ
ആ യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് എത്തിപ്പെടുവാൻ സാധിച്ചാൽ ഞാൻ രക്ഷ പ്രാപിക്കും, ഞാൻ സുഖപ്പെടും എന്ന ബോധ്യത്തോടു കൂടിയാണ് ആ വ്യക്തി അവിടെ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ കണ്ട മാത്രയിൽ തന്നെ താണു വണങ്ങിക്കൊണ്ട്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് ആ വ്യക്തി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ സമൂഹം എന്തിൽ നിന്നാണോ മാറി നിന്നത് അതേ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ട് കർത്താവ് അവനെ സുഖപ്പെടുത്തുകയാണ്. പല അത്ഭുതങ്ങളിലും അവൻ്റെ വിശ്വാസം കണ്ട് വാക്കുകൊണ്ട് സുഖപ്പെടുത്തിയവൻ ഇതാ കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ടാണ് അവനെ സുഖപ്പെടുത്തിയത്. മറ്റുള്ളവർ അവനെ കാണാനോ അവനെ ഒന്ന് തൊടാനോ പോലും അടച്ചിടുന്ന ആ സമയത്ത് അതേ പ്രവൃത്തിയിലൂടെ ആ വ്യക്തിക്ക് പൂർണ്ണമായി സൗഖ്യം അവൻ പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതിനർത്ഥം അവൻ അത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് യേശുവിനെ സമീപിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്, യേശുവിനെ പോലെ മനസ്സുള്ളവനായിട്ട് മാറുക, മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ ഏറ്റെടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് നാം മാറുക. അതോടൊപ്പം തന്നെ ആ കുഷ്ഠരോഗി നമ്മോട് പറയുന്ന കാര്യം, പൂർണ്ണമായി വിശ്വാസത്തോടെ യേശുവിനിൽ ശരണം പ്രാപിക്കുക. നീ വിശ്വാസത്തോടെ യേശുവിനെ സമീപിച്ചാൽ നിന്റെ ആഗ്രഹങ്ങൾ കർത്താവ് നടത്തിത്തരും. അതിന് നമുക്ക് മനോധൈര്യം കൂടി വേണം. യേശുവിനെ സമീപിക്കുവാനുള്ള മനോധൈര്യം നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും, മറ്റുള്ളവർ എന്നെ എതിർത്താലും ഞാൻ മാറില്ല എന്ന ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ഈ കുഷ്ഠരോഗിയെ തീർച്ചയായും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കല്ലെടുത്തെറിയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ആ വ്യക്തി യേശുവിനെ സമീപിക്കുന്നത്. കാരണം ഇത് എൻ്റെ ആവശ്യമാണ് എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് എൻ്റെ ആവശ്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ സാധിക്കില്ല. അതേസമയം ഇത് എൻ്റെ ആവശ്യമാണ്, എനിക്ക് രക്ഷ നൽകുവാൻ ആ കർത്താവിന് മാത്രമാണ് സാധിക്കുകയുള്ളൂ, എന്നെ സുഖപ്പെടുത്തുവാൻ കർത്താവിനെ സാധിക്കില്ല, ഒരു മരുന്നിനും സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ അവൻ ആ വിശ്വാസത്തോടുകൂടെ കർത്താവിനെ സമീപിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട്, ഈ കാണുന്നവരിൽ എല്ലാവരും നിന്നെ എതിർത്താലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന ധൈര്യം പകരുന്ന വിധത്തിൽ അവനെ കൈനീട്ടി സ്പർശിച്ച് സുഖപ്പെടുത്തിയത്. അതോടുകൂടി തീർച്ചയായും അവൻ്റെ ആന്തരിക മുറിവ് പോലും ആ നിമിഷം ഉണങ്ങിയിട്ടുണ്ടാകും. സമൂഹം മാറ്റി നിർത്തിയപ്പോഴും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ അനുഭവിച്ച വേദനകൾ തിരിച്ചറിഞ്ഞ കർത്താവ് ഇതാ എന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ് ആ നിമിഷം ആ കുഷ്ഠരോഗിക്കുണ്ടായത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവ്യബലിയിലായിരിക്കുമ്പോൾ ഈ കുഷ്ഠരോഗിയെപ്പോലെ പൂർണ്ണമായ വിശ്വാസത്തോടെ, ആശ്രയബോധത്തോടെ, കർത്താവിലാണ് രക്ഷ എന്ന തിരിച്ചറിവിൽ കർത്താവിനെ സമീപിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞതുപോലെ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എടുത്തു മാറ്റുവാൻ നിനക്ക് സാധിക്കും. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ നിനക്ക് സാധിക്കും. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ എല്ലാ രോഗാവസ്ഥകളും എടുത്തു മാറ്റുവാൻ നിനക്ക് സാധിക്കും, എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് പറയുവാൻ നമുക്കൊരോരുത്തർക്ക് സാധിക്കുമോ? ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കണം. കർത്താവിലുള്ള ആശ്രയബോധം നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ, ആശ്രയബോധത്തോടെ കർത്താവിനെ സമീപിക്കുവാനും ആ കർത്താവിനെ സമീപിക്കുവാനുള്ള ധൈര്യം നമുക്കൊരോരുത്തർക്കും ലഭിക്കുന്നതിനും വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.